ഇന്ന് മനോഹരമായ ഒരു കാഴ്ച കണ്ടു കേട്ടോ. ഒരമ്മൂമ്മ വിഷമങ്ങൾ വന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീഷിനോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ആ ഒരു മറുപടിയൊക്കെ ഉണ്ടല്ലോ, വിഷമിച്ച് തകർന്ന് തരിപ്പണമായിട്ട് ചെന്ന് ഈ പരാതി പറയുമ്പോൾ തിരിച്ചുള്ള ആ വാക്ക് അമ്മയെ സംബന്ധിച്ചാണെങ്കിൽ അമ്മയുടെ മനസ്സിൽ എന്തുമാത്രം സന്തോഷം ഉണ്ടായി കാണും അല്ലേ. അങ്ങനെ ചേർത്ത് പിടിക്കാനൊരു മനസ്സ്, അതൊക്കെയല്ലേ വേണ്ടതല്ലേ. നിങ്ങളൊന്ന് കണ്ടു. ഇനി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കാൻ വേറെ മോനെ കൂടി ഇരിക്കുന്നെന്ന് എന്റെ പേര് സരസ്വതി. ഇവിടെ ഒരു മോനെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കണമെന്ന് പറയുക, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. മനസ്സിലായി? ആരെങ്കിലും പേടിപ്പിക്കാനോ വരട്ടാനോ വന്നാൽ പറഞ്ഞു. ഞാൻ ആ മോനോട് വിളിച്ച് പറയുന്നു, തിരിച്ചു പേടിപ്പിച്ചു. എടാ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് നേരെ കയറി വന്നു. എന്തല്ലേ ഈ മനുഷ്യന്, ഇദ്ദേഹത്തിന് പ്രായഭേദമന്യേ എല്ലാവരും ഇതിനോടകം നെഞ്ചിലേറ്റി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അത് കൊച്ചുകുട്ടികളാവട്ടെ. ഈ ഒരു കൊച്ചുകുട്ടി കണ്ടില്ലേ, ആ കുട്ടി ചോദിച്ചത് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയാണ്, CM-ന്റെ ടീം ഏതാണ്. സാധാരണ അങ്ങനെ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു തള്ളി അങ്ങ് പോവല്ലേ. ഉടനെ ആ കുട്ടിയുടെ അടുക്ക വന്നിട്ട് മാധ്യമപ്രവർത്തകർ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ആ കുട്ടിയുടെ അടുക്ക നിന്നിട്ട് അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഞാനിങ്ങനെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ആഴ്ച ഡിക്ലെയർ ചെയ്യും നമ്മുടെ ടീം. അതുപോലെ മനോഹരമായ ഒരു കാഴ്ചയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് നിയമസഭയിൽ കണ്ട ഒരു കാഴ്ചയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ ഈ സ്പീക്കറുടെ ചെയറിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ആ ഒരു സമയത്ത് പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രായം കൊണ്ട് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. മുഖ്യമന്ത്രിക്കും തിരുവഞ്ചൂരിനൊപ്പം ഈ സ്പീക്കറിന്റെ ചെയറിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് ഈ നിയമസഭയിൽ കുറച്ച് ഹൈറ്റ് വന്നിട്ട് വീണ്ടും താഴ്ചയുണ്ട്, വീണ്ടും താഴ്ചയുണ്ട്, അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പിണറായി വിജയൻ അങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു കെയറിങ്, അത് വളരെ എന്താ പറഞ്ഞ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കാരണം അദ്ദേഹം അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു താഴ്ചയുണ്ട്, അവിടെ ഒരു താഴ്ചയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു കാഴ്ച, അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ ഒരു മനുഷ്യന്റെ കെയറിങ് ആണ് കേട്ടോ. ആരാവട്ടെ, സാധാരണക്കാരാവട്ടെ അല്ലാതുള്ളവരാകട്ടെ, ഇവരെയൊക്കെ ഒരു എന്താ പറയുക, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലേ, അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് എന്തുമാത്രം സന്തോഷം ഉണ്ടാക്കുന്നല്ലേ.